Hey guys, welcome back to another episode of Sajil's Tech Center. My name is Sajil Latif. In this video, I will share DTube എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ യൂട്യൂബ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു ക്ലോൺ വെബ്സൈറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ DTube. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ യൂട്യൂബിലെ പോലെ വ്യൂ കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ചോ ഒന്നുമല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിടുക, നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ലൈക്കും വോട്ടും അനുസരിച്ച് നിങ്ങൾക്ക് ഡോളേഴ്സ് ഡോളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു വരുമാനം കിട്ടും. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു steemit.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് $ഡോളേഴ്സ് കിട്ടും. അതായത് ആളുകൾ ലൈക്കോ അല്ലെങ്കിൽ അപ്വോട്ടോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും. ആ സെയിം steemit കമ്പനിയുടെ ഒരു സിസ്റ്റർ കമ്പനിയാണ് ഈ DTube എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ DTubeലും വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിന്റെ ഡിസ്ക്രിപ്ഷനും ക്യാപ്ഷനും എല്ലാം കൊടുക്കുക. അതിനുശേഷം ഇതിൽ നമുക്കിപ്പോൾ ഫോളോവേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ കൂടുന്നതനുസരിച്ച് വ്യൂവിനല്ലതിന് ആക്ച്വലി ലൈക്കിനും വോട്ടിനുമാണ് നമുക്ക് steemit ഡോളേഴ്സ് ആയിട്ടാണ് ഇതിൽ നിന്ന് ആക്ച്വലി കിട്ടുന്നത്. ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ച പോലെ steemit ഡോളേഴ്സ് നമ്മൾ ആദ്യം ബിറ്റ്കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ബിറ്റ്കോയിൻ നമ്മൾ മറ്റൊരു വെബ്സൈറ്റിൽ സെല്ല് ചെയ്താൽ മാത്രമേ ലോക്കൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് നമ്മുടെ ലോക്കൽ മണി ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഒരു 4 സ്റ്റെപ്പ് ഇതിൽ വിഡ്രോവൽ പ്രോസസ്സിന് നമ്മൾ എടുക്കേണ്ടി വരും. എന്നാൽ കൂടിയും നമ്മൾ മറ്റൊന്നും അറിയേണ്ട, വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അവർ ലൈക്കോ അല്ലെങ്കിൽ വോട്ടോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ശതമാനം എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണിത്. അതായത് steemit-ന്റെ ഒരു സിസ്റ്റർ വെബ്സൈറ്റ് ആണ്. സോ അവർ തന്നെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതും. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. steemit-ൽ ഇപ്പോൾ പോസ്റ്റോ ഫോട്ടോസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ DTube എന്ന് പറയുന്നതിൽ വീഡിയോസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഈ DTube-നെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് D.tube എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ മറ്റൊരു വെബ്സൈറ്റിൻ്റെ കുറിച്ച് റിവ്യൂ ചെയ്തിരുന്നു, steemit.com എന്ന് പറഞ്ഞിട്ട്. ആ സെയിം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഈ D.tube എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ക്ലോൺ പോലത്തെ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ. പക്ഷേ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരും. ഇതിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. പക്ഷേ ഇതിൽ മോണിറ്റൈസേഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയം മുതൽ നിങ്ങളുടെ വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ steemit വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതിൽ നിങ്ങൾ ഏൺ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും $25, $51 എന്ന് പറയുന്നത്. ഇത് steemit ഡോളേഴ്സ് ആണിത്. ഇത് നമ്മൾ അതായത് നമ്മളുടെ ലോക്കൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു 4 പ്രോസസ്സ് ഉണ്ട്. ഈ steemit ഡോളേഴ്സ് ആദ്യം നമ്മൾ ബിറ്റ്കോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആ ബിറ്റ്കോയിൻ റെമിറ്റാനോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബിറ്റ്കോയിൻ ഇട്ട ടൈം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് സോൾഡ് ആകും. അതിനുശേഷം മാത്രമേ നമ്മൾ കൊടുക്കുന്ന ആ ലോക്കൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ. സോ ആദ്യം നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള സംഭവമാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ഏർണിങ്സ് വരുമ്പോൾ steemit പോയിന്റ്സ് ടു ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. അതായത് ബിറ്റ്കോയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ബിറ്റ്കോയിൻ നമ്മൾ സെല്ല് ചെയ്യാൻ ഇടണം. ഇപ്പോൾ ബിറ്റ്കോയിൻ നമ്മൾ ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് ഈ റെമിറ്റാനോ എന്ന വെബ്സൈറ്റ് നമുക്ക് ചെയ്തു തരുന്നത്. അത് നമ്മൾ ലോക്കൽ കറൻസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു തരും ബിറ്റ്കോയിൻ. സോ ആദ്യം നമ്മൾ ഈ ഒരു ഡോളേഴ്സാണ് ഏൺ ചെയ്യേണ്ടത്. ഇതിൽ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതിൽ ടാഗ് കൊടുക്കുക, അതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. ഇതിൽ അത്ര വലിയ വീഡിയോസൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു മൂവി മേക്കർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ലൈഡ് ഷോ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഒരുപാട് കാറ്റഗറീസ് നിങ്ങളിപ്പോൾ ഇത് ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും steemit അക്കൗണ്ട് വേണം. അപ്പോൾ ഇതിനു മുമ്പ് steemit അക്കൗണ്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ട്യൂട്ടോറിയൽ വീഡിയോ. ചില മൊബൈൽ സർവീസുകൾ ആ steemit അക്കൗണ്ടിൻ്റെ മെസ്സേജ്, അതായത് കൺഫേം ചെയ്യാനുള്ള മെസ്സേജ് അയക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ചില സർവീസുകളിൽ മെസ്സേജ് കിട്ടില്ല.
ഞാൻ ഇപ്പോൾ 2-3 മൊബൈൽ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് കിട്ടിയത്. സോ നിങ്ങൾ മൊബൈൽസ് ഒന്ന് മാറ്റി നോക്കുക, അതിൻ്റെ കണക്ഷൻ മറ്റുള്ള ആരെങ്കിലും മൊബൈൽ യൂസ് ചെയ്തിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെസ്സേജ് കൺഫർമേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അത് അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് സ്റ്റീമിറ്റ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആകാൻ സാധിക്കുള്ളൂ. സോ ഇതിലിപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ കാണിക്കും ലോഗിൻ വിത്ത് സ്റ്റീമിറ്റ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീമിറ്റ് അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഹോം പേജ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 മണിക്കൂറായിട്ടുള്ളൂ ഇദ്ദേഹം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇപ്പോൾ തന്നെ $16.715 ഏൺ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മറ്റുള്ള വീഡിയോസ് എല്ലാം ഇതെല്ലാം റീസെൻറ്റ് വീഡിയോസാണ്. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടണമെങ്കിൽ ഒരുപാട് വ്യൂസ് നിങ്ങളുടെ വീഡിയോസിന് കിട്ടണം. 10,000 1 lakh വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഏർണിങ്സ്. എന്നാൽ ഇതിൽ വ്യൂ അല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൽ വീഡിയോ ലൈക്സും ഷെയർസും എല്ലാമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ 12 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, $43.34 ഏൺ ചെയ്തു. ഇദ്ദേഹത്തിന് എത്ര ലൈക്സ് കിട്ടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏൺ ചെയ്ത എമൗണ്ട്. അതുപോലെ തന്നെ ലൈക്സ് കിട്ടിയിരിക്കുന്നത് 261 ലൈക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് ഷെയർസും കിട്ടിയിട്ടുണ്ടാവും. കമൻസ് വരുന്നതനുസരിച്ചും ഇതിന് ഏർണിങ്സ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. ആ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ലൈക്കും കമൻറ്റും എല്ലാം തരും. അതിനനുസരിച്ചായിരിക്കും ഏർണിങ്സ് കിട്ടുന്നത്. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സെയിം വീഡിയോസ് നിങ്ങൾക്ക് ഇതിലും അപ്ലോഡ് ചെയ്യാം. പക്ഷേ കോപ്പിറൈറ്റ് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. അതായത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമൊന്നും ഇല്ലാത്ത വീഡിയോസ് ആയിരിക്കണം ഇതിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോപ്പിറൈറ്റ് ഓണർ നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വെബ്സൈറ്റിൽ സെയിം വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രശ്നവും വരില്ല. അതല്ല മറ്റുള്ള യൂട്യൂബ് വീഡിയോസ് ഒന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യരുത്. അത് കോപ്പിറൈറ്റ് പ്രശ്നം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഇപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. അതിന് ന്യൂ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 മിനിറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 13 മിനിറ്റ്, 19. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഏർണിങ്സ് ലഭിക്കാൻ സാധ്യതയുള്ളൊരു വെബ്സൈറ്റാണിത്. അതുപോലെ തന്നെ ട്രെൻഡിങ് വീഡിയോസ് നമുക്ക് എടുത്ത് നോക്കാം. നേരത്തെ നമ്മൾ നോക്കിയ ആ വീഡിയോ 12 hours-ന് $43.something. ഇതെല്ലാം ഓരോ ദിവസം കഴിയുന്നോറും ഏർണിങ്സ് കൂടിക്കൊണ്ടിരിക്കും. ഹോട്ട് വീഡിയോസ് എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതെല്ലാം സാധാരണ വ്ളോഗ് വീഡിയോസോ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ വീഡിയോസ് എല്ലാം ആണ്. അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് ഹൈ ക്വാളിറ്റി വീഡിയോസൊന്നും അല്ല എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഈ സൈഡിൽ വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാറ്റഗറീസ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ FAQ എടുത്തൊന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യുന്ന FAQs ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്റ്റീമിറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്റ്റീമിറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ സെയിം ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പക്ഷേ സ്റ്റീമിറ്റ് അക്കൗണ്ട് വേണം. കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു സ്റ്റീമിറ്റ് അക്കൗണ്ടിൽ ആ മൊബൈൽ വെരിഫിക്കേഷൻ. പക്ഷേ മറ്റു ചില ആളുകൾ അവർക്ക് മെസ്സേജ് കിട്ടി അവരുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് 2-3 മൊബൈൽ നമ്പർ മാറ്റിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. സോ സ്റ്റീമിറ്റ് അക്കൗണ്ട് ഇപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും ഈ ഒരു വെബ്സൈറ്റ്. കാരണം അവർ സ്റ്റീമിറ്റ് അക്കൗണ്ടിൽ ചെയ്യുന്ന ആ കോണ്ടന്റ് ആർട്ടിക്കിൾ എല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ വീഡിയോ ക്രിയേഷൻ സോഫ്റ്റ്വെയർസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്, ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് കൂടി ട്രൈ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ FAQ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ FAQ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.